ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ കോടിയുടുത്തല്ലോ ഉണ്ണി ചാടി മറിഞ്ഞല്ലോ. ഇവിടെ വിഷ്ണു നന്നായിട്ട് ചിരിക്കുന്നുണ്ട് എൻ്റെ അടുത്തിരുന്നിട്ട്. സംഭവം എന്താണെന്നറിയോ, ആദ്യം എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഈ 2 ലൈൻ പാടാമെന്ന് വിചാരിച്ചു. ചുമ്മാതെ ഒരു സന്തോഷം, പഴയകാല ഓർമ്മകളിലേക്ക് ചുമ്മാതൊന്ന് പോയി, അത്രേ ഉള്ളൂ കേട്ടോ. എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരുന്നാലോ, വല്ലപ്പോഴും ഒക്കെ ഒന്ന് ചിരിക്കണ്ടേ, അതല്ലേ അതിൻ്റെ ഒരു അത്. അതായത് ഇന്ന് സത്യം പറഞ്ഞാൽ ചിങ്ങം 1 ഓണത്തെ നമ്മളെല്ലാം കേരളത്തിൽ എല്ലാവരും വരവേറ്റു. അതായത് മഴയുണ്ടായിരുന്നു, വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്കിൽ കൂടി നമ്മളെല്ലാവരും ഓണം വരുമ്പോൾ നമ്മൾ പഴയ കാലത്തോട്ടൊന്ന് പോകത്തില്ലേ, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പാട്ട് 2 ലൈൻ പാടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്നറിയോ, ഞാൻ ആ പാടിയത് തെറ്റിപ്പോയി. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ അമ്മ ചാടി മറിഞ്ഞല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വിഷ്ണു ഭയങ്കര ചിരി കേട്ടോ. അവൾ എന്നെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അബദ്ധം പറ്റാത്ത ഏതെങ്കിലും ഒരു പോലീസുകാരനുണ്ടോ? ഇല്ലല്ലോ, അങ്ങനല്ലേ, അതല്ലേ അതിൻ്റെ ഒരു ഇത്. ജോലി, പിന്നെ കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ പോക്ക്, അങ്ങനെ നെട്ടോട്ടങ്ങൾക്കിടയിൽ അമ്മമാർക്ക് ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റുമല്ലോ പറഞ്ഞു പോകുമ്പം. അതങ്ങനെ സംഭവിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ ശിവാമോട് എണ്ണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്തപ്പൂ ഇടാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ട് ഞാൻ ഇതുപോലെ തിട്ടയൊക്കെ വെച്ചിട്ട് അമ്മുമ്മയുള്ള സമയത്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഓണം ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മുമ്മയുള്ള സമയത്ത് ഇതുപോലെ എൻ്റെ കൂടെ വന്ന് നിന്ന്, അപ്പോൾ നമ്മൾ ഈ ഫോണും കാര്യങ്ങളൊന്നും അല്ലല്ലോ, നമുക്ക് ഓണത്തിൻ്റെ ആ ഒരു എന്താ പറയണ്ടേ, ഫുൾ ഫീൽ കിട്ടുന്ന ആ ഒരു സമയമായിരുന്നു കേട്ടോ. കൊച്ചിലെ അമ്മുമ്മ കൂടെ വന്നിട്ട് പൂ ഇടാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കും. എന്നിട്ട് പൂക്കളെല്ലാം പറിക്കാനായിട്ട് കൂടെ വരും. ഞാനാണെങ്കിൽ എന്താ പറയണ്ടേ, മുള്ളുവേലിയുടെ ഇടയ്ക്കൂടെ ഒക്കെ കയറി പൂക്കളെ തുമ്പപ്പൂവും ഒക്കെ പറിക്കാനായിട്ട് പോകും. അങ്ങനെ കൈയൊക്കെ നന്നായിട്ട് മുറിഞ്ഞ് അതൊരു സൈഡിൽ. എന്തായാലും അങ്ങനെ ആ ഓണത്തിൻ്റെ കാലം ഇന്ന് എനിക്ക് ശരിക്കും ഒരു ഫീല് കിട്ടി. കാരണം എൻ്റെ കുഞ്ഞിപ്പെണ്ണ്, അതായത് എൻ്റെ കുഞ്ഞിക്കാളിപ്പെണ്ണ് എൻ്റെ ശിവാമോള് ഇന്ന് ഓടി നടന്ന് ഒത്തപ്പൂ ഇടുക, നമ്മുടെ വെള്ളത്തുമ്പി പോകുന്നുണ്ടായിരുന്നു, അതിനെ പിടിക്കാൻ പോകുന്നുണ്ട്. കൂട്ടിന് നമ്മുടെ കുഞ്ഞന്മാരും വീരന്മാരുമായിട്ടുള്ള ചിക്കുവും മുത്തിനെ കണ്ടില്ല, സോറി കേട്ടോ, മുത്തി അവൾ എന്തോ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കുവും ടോബിയും എല്ലാം കൂട്ടിനിരിപ്പുണ്ടായിരുന്നു കേട്ടോ. തക്കുടു ഉണ്ടായിരുന്നു കേട്ടോ. തക്കുടു ദൂരെ നിന്ന് ഗേറ്റിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് നോക്കുന്നുണ്ട്. എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞു എൻ്റെ ശിവ, എൻ്റെ കുഞ്ഞിക്കാളിപ്പെണ്ണ് ഇവിടെ അത്തപ്പൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അവനാണ് ഓടി വന്നിട്ടുണ്ടല്ലോ, ചിലപ്പം ആ ഇലയും പൂവൊക്കെ എടുത്തുകൊണ്ട് ഓടും. ശിവ പുറത്തോട്ട് പൂ പറിക്കാൻ പോയ ഓട്ടത്തിൻ്റെ പുറകിന് കണ്ടില്ലേ വീരന്മാർ കൂടെ ഓടി. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാഴ്ചയാണ്. കാരണം അവൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവളുടെ കൂടുണ്ട് കേട്ടോ. എവിടെ പോവാ ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്നേഹം കേട്ടോ. എങ്ങനെയാണെന്ന് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അവിടെ കൂടെ ശിവാമോളെന്നല്ല, എൻ്റെ വിഷ്ണു മോളുടെ കൂടെയും കൂട്ടത്തിൽ എപ്പോഴും ഉണ്ട് കേട്ടോ. അവരെങ്ങോട്ട് തിരിഞ്ഞാലും ഈ വന്ന കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പെൺകുഞ്ഞുങ്ങൾക്ക് നേരെ നടക്കുന്ന ഈ വന്ന കാലത്ത് ഇവരെപ്പോഴും കൂട്ടിനുള്ളതും ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്കത് വലിയൊരു ധൈര്യം തന്നെ കേട്ടോ. അപ്പോൾ അത്തപ്പൂ ഒക്കെ ഇട്ട് ഓരോ സംശയങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇത്രയേ കുഞ്ഞിനാണെ പുറത്ത് നിന്ന് നോക്കുന്നതൊരു നോട്ടം ഉണ്ടല്ലോ, അത് കണ്ടിട്ട് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ചിക്കു ഇതുപോലെ കേട്ടോ. റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിട്ടേ സൈഡിൽ ആ ഗേറ്റിൻ്റെ ഇടയിൽ കൂടെ വന്നൊരു കള്ള നോട്ടമുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ടൊന്ന് കയറിക്കോട്ടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ശിവയുടെ അച്ഛൻ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു, പുറകിനവന്മാർ പുറകിന് ഓടിയിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്നറിയാമോ, പാർലേജി ബിസ്ക്കറ്റ്, അത് തന്നെ കാര്യം. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ശിവമോള് പുറത്തിറങ്ങിയിട്ട് ഈ കുഞ്ഞു പൂക്കളുണ്ടല്ലോ, എനിക്ക് എൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല, അമ്മയ്ക്കൊക്കെ അറിയാം. എനിക്കൊന്ന് ഈ തുമ്പപ്പൂ അല്ല കേട്ടോ, തുമ്പപ്പൂ തപ്പിയാണ് നമ്മൾ ഇറങ്ങിയെങ്കിലും തുമ്പ കിട്ടിയില്ല. തുമ്പെ തപ്പി പോയിട്ട് തുമ്പേ കിട്ടിയില്ല. ശിവ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മേ തുമ്പ എവിടെ. അങ്ങനെ കുഞ്ഞിക്കാളിയുടെ കുഞ്ഞി കായ്ക്കകത്തിൽ ആ കുഞ്ഞി പൂക്കൾ വെച്ചിട്ട് എന്നോട് ചോദിച്ചു, അമ്മേനെ എന്താ തുമ്പ കിട്ടിയില്ലെങ്കിൽ വേണ്ട, തൊട്ടാവാടിയും കൂടെ ഒന്ന് കാണിച്ചു തരാം, അതുകൂടെ ഒന്ന് നമുക്ക് നോക്കിയിട്ട് പോകാം. ഞാൻ തൊട്ടാവാടി നമുക്ക് നോക്കാം, ഇപ്പം എന്തായാലും ഇതൊന്നും ഇടാം. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞി അത്തം ശരിയായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളേ.